ഇനി ഇതെല്ലാം അത് ഞാൻ എൻ്റെ ഒരു വിശ്വസ്തനായിട്ടൊരു പത്രപ്രവർത്തകനെ ഇത് എഡിറ്റ് ചെയ്ത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൽ നിന്ന് പുറത്തു പോകാൻ സാധാരണഗതിയിൽ സാധ്യതയില്ല. അത് ഞാൻ അതുകൊണ്ടാണ് ഇത് എവിടെ നിന്നാണ് പോയതെന്നുള്ളത് നല്ല നിലയിൽ പരിശോധിക്കണം. കാരണം ഞാൻ എഴുതാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് എൻ്റെ സംശയം വർദ്ധിക്കുന്നത്. ഞാൻ എഴുതാത്ത കാര്യങ്ങൾ വാർത്തയായി ഇതിലുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പ്രസിദ്ധീകരിക്കുന്നു. ഞാനിത് പുസ്തകം ഒന്ന് കാണണ്ടേ? പിന്നെ എന്നെ പരിഹസിക്കുന്ന ഭാഗം ഇതിന്റെ ഹെഡ്ലൈനായിട്ട് ഞാൻ കൊടുക്കുമോ? എത്ര നാൾ മുമ്പ് ഞാനെന്ത് അംഗീകരിക്കാൻ? ഇതാരായി തലക്കെട്ട് കൊടുത്തത്? എത്ര നാൾ മുമ്പ് ഈ മാധ്യമപ്രവർത്തനം ഏൽപ്പിച്ചത്? ഞാനിത് കുറച്ചു കാലം എഴുതാൻ തുടങ്ങിയിട്ട് ഇപ്പോഴല്ല, കുറേ കാലമായി എഴുതിക്കൊണ്ടേയിരിക്കുകയാണ്. അതെല്ലാം കൂടി എഴുതിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ചിലപ്പോൾ കുറച്ച് എഴുതും, പിന്നെ അതെല്ലാം കൂടി തയ്യാറാക്കി വെച്ച് പിന്നെ അവരോട് ഒന്ന് റീറൈറ്റ് ചെയ്ത് ഭാഷ ശുദ്ധീകരിച്ച് എഴുതാൻ വേണ്ടി തയ്യാറാക്കാൻ പറയും. അങ്ങനെ കുറച്ചു കാലമായി ഒരു ആളുകളുമായിട്ടും കരാറില്ല. ഇപ്പോൾ ശശി എന്നോട് ചോദിച്ചാൽ ശശിയോട് പറഞ്ഞിരിക്കുകയാണ്, ശശി മാതൃഭൂമിയായിട്ട് നമുക്കൊന്ന് ആലോചിക്കാം. ഇപ്പം DC ബുക്സുകാർ വന്നിട്ടുണ്ട്, ഒരേരും വന്ന് കാണുന്നില്ല എന്ന് ഞാൻ ശശിയോട് സംസാരിച്ച കാര്യം. ഈ മാധ്യമപ്രവർത്തകനോട് സംസാരിച്ചോ? ഇത് അയാളുടെ കയ്യിൽ നിന്നാണോ പോയെന്ന് അന്വേഷിച്ചോ? അദ്ദേഹത്തിന്റെ കൈവശം പോയതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ അദ്ദേഹത്തിന്റെ കൈവശം അങ്ങനെ പോകാനുള്ള സാധ്യതയുള്ള ഒരാളല്ല അയാൾ. അതാണ് പരിശോധിക്കേണ്ടത്. ഇത് ബോധപൂർവം ഇത്തരമൊരു വാർത്ത സൃഷ്ടിക്കാൻ വേണ്ടി ഇത് എങ്ങനെയാണ് ഇവിടുന്ന് ഇവരുടെ കൈവശം എത്തിയത്? കാരണം അവരെ ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിലല്ലേ അവർ പ്രസിദ്ധീകരിക്കുക. അതാ ഞാൻ പറഞ്ഞ ഇന്ന് 10:30 മണിക്ക് ഉദ്ഘാടനം വെച്ചിരിക്കുകയല്ലേ, പ്രകാശനം എന്റെ പുസ്തകം. അതിന്റെ കവർ ഫോട്ടോ ഒക്കെ ജയരാജന്റെ സ്വകാര്യ ശേഖരത്തിലുള്ളതാണ്. എങ്ങനെ എന്നെ പരിഹസിക്കുന്ന കവർ ഇത് കൊടുക്കുമോ? കവർ ഫോട്ടോ തന്നെ അത് EMSന്റെ കൂടെയുള്ള എൻ്റെ ഫോട്ടോസ് അതെല്ലാം എവിടെയെല്ലാം ഉണ്ട്. പല മാസികകളിലും വന്നിട്ടുള്ള ഫോട്ടോസ് ഒക്കെ ഞാൻ അതിന്റെ ഫോട്ടോസ് വരെ പോയി നോക്കിയില്ല ദേശവും. അതിൻ്റെ അകത്ത് എന്താണ് ഫോട്ടോ ഉള്ളത്, എന്താ കാര്യം, ഇതൊന്നും ഇരുന്ന് മുഴുവൻ ഒന്നിച്ച് വായിച്ച് കഴിഞ്ഞിട്ടില്ല. ഇങ്ങനെ കുറേശ്ശെ എഴുതി ഓരോ അനുഭവങ്ങൾ ഇങ്ങനെ എഴുതി കൊടുക്കുകയാണ്. ഈ പുസ്തകത്തിന് എന്തെങ്കിലും പേര് താങ്കൾ നിർദ്ദേശിച്ചിരുന്നോ? ഒരു പേരും ഇതുവരെ നിർദ്ദേശിച്ചിട്ടില്ല. ഒരു പേരും ഇതുവരെ നിർദ്ദേശിച്ചിട്ടില്ല. ഇതിന്റെ ഫ്രണ്ട് കവർ പേജിൽ ആരും നിർദ്ദേശിച്ചിട്ടില്ല. അത് നിർദ്ദേശിക്കണമെങ്കിൽ ഇത് ആരെങ്കിലും ഒന്ന് ഏൽപ്പിക്കണ്ടേ? നിങ്ങൾ ഇത് ആരെങ്കിലും ഒരാൾ ഏൽപ്പിക്കണ്ടേ? ഇവരെ ഏൽപ്പിച്ചിട്ടില്ല. DC ബുക്സിനെ ചുമതലപ്പെടുത്തിയിട്ടില്ല. ഏത് പുറത്തു വന്ന പേജുകൾ? ഇല്ല, ഞാൻ കണ്ടിട്ടില്ലല്ലോ. ഇന്ന് രാവിലെയല്ലേ ആ പേജുകൾ ഈ TV വന്നാൽ പേജ് വായിക്കാൻ കഴിയും. എൻ്റെ കൈവശം ഉള്ളതെന്ന് പറഞ്ഞാൽ ഞാൻ എഴുതിയത് മാത്രമാണ്. ആ എഴുതിയത് ഒരു ഇത് അച്ചടിച്ച് ഒരു പ്രിന്റായി വന്നു കഴിഞ്ഞാൽ അത് ഞാൻ ഏതാണ്ട് എത്ര പേജുകൾ അങ്ങനെ എഴുതി കൊടുത്തിട്ടുണ്ട്? ഞാൻ ഇപ്പോൾ എൻ്റെ തോന്നുന്നത് ഒരു 100-200 പേജായിട്ടുണ്ടാവും. DC ബുക്സിന്റെ വിശ്വാസ്യത തകർന്നാണ് ചേട്ടൻ പറയുന്നത്. എനിക്ക് അവരെ വിശ്വസിക്കാൻ പറ്റില്ല. അവരോട് ഞാൻ അതിൻ്റെ ആളെ ഇന്ന് രാവിലെ വിളിച്ചു. ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങളെ ഞാൻ പ്രസിദ്ധീകരിക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ടോ? ഞാൻ പാർട്ടീൻ്റെ അല്ല ഈ പറയുന്നത്. ഞാൻ അവരോട് പറഞ്ഞു, ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം ചോദിക്കുമ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് എൻ്റെ ഈ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത്? നിങ്ങൾ ചുമതലപ്പെടുത്തിയിട്ടുണ്ടോ? എന്തടിസ്ഥാനത്തിലാണ് ഇത്? നിങ്ങൾ അതാലോചിക്കരുത്. ഞാൻ എഴുതിയ പുസ്തകത്തിൻ്റെ പ്രകാശനം ഇന്ന് രാവിലെ 10:30. എത്രമാത്രം തെറ്റായിട്ടുള്ള നടപടികളും രീതികളുമാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഗുരുതരമായ ക്രിമിനൽ കുറ്റമാണത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ DGPക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. മറ്റ് നിയമ നടപടികൾ ആലോചിക്കുന്നുണ്ട്. ഞാൻ എഴുതിയ എൻ്റെ പുസ്തകം തെറ്റായി വ്യാഖ്യാനിക്കുകയും തെറ്റായ കാര്യങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത് ബോധപൂർവമാണ്. ഇത് സംബന്ധിച്ചിട്ടുള്ള നടപടികൾ ഉണ്ടാകണം എന്നാണ് ഞാൻ ആവശ്യപ്പെട്ടത്. രവി DC ആയിട്ടാണോ സംസാരിച്ചത്? രവി അദ്ദേഹം ഇവിടെ ഇല്ല, അദ്ദേഹയുടെ വിദേശത്താണ് ഉള്ളത്. അതുകൊണ്ട് ഞാൻ രാവിലെ ഇവിടെ വിളിച്ചപ്പോൾ കിട്ടിയില്ല. ഞാൻ പറഞ്ഞു അദ്ദേഹത്തോട് അടിനിരട്ട് എന്നെ വിളിക്കാൻ പറഞ്ഞു. ഇതുവരെ വിളിച്ചില്ല? അല്ല, ഞാൻ രാവിലെ തന്നെ ഇത് കണ്ടു കഴിഞ്ഞിട്ട് അരമണിക്കൂറിനുള്ളിൽ അയാൾ എന്നെ വിളിച്ചു. പിന്നീട് അപ്പം ഞാൻ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ വിശദീകരണമൊന്നുമില്ല, അത് അന്വേഷിക്കുക, എന്താണെന്നറിയില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ മറുപടി. ഇവിടെയുള്ള ആരോ ചെയ്തു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഏത് കോട്ടയത്തുള്ള അദ്ദേഹം ഒരു എന്താണെന്നുള്ളത് വ്യക്തമാക്കാത്ത നിലയാണ്. അറിയില്ല, അന്വേഷിക്കാം. രാവിലെ ഈ വാർത്ത വന്നതിന് ശേഷം, ഈ വാർത്ത വന്നപ്പോഴല്ലേ ഞാനിതറിയുന്നത്. അല്ലാണ്ട് എൻ്റെ ഒരു പുസ്തകം ഇങ്ങനെ ഞാനിപ്പോൾ P. ജയരാജൻ്റെ പുസ്തകം പ്രസിദ്ധീകരിച്ചു കോഴിക്കോട്.
ഒരു പ്രസാധകൻ പങ്കെടുത്തുകൊണ്ട് അദ്ദേഹത്തിലെ ആളുകളെ ക്ഷണിച്ച് പ്രസിദ്ധീകരിക്കുക. എൻ്റെ പുസ്തകം പ്രസിദ്ധീകരിക്കാനും ഇതിങ്ങനെ നടത്താനും DC ബുക്സുകാരെ ഏൽപ്പിച്ചിട്ടുണ്ടോ? ആരെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടോ? ഞാൻ എൻ്റെ ആത്മകഥ എഴുതുന്നു, അതെൻ്റെ ജീവചരിത്രമാണ്. ആ ജീവചരിത്രം എഴുതുമ്പോൾ എൻ്റെ ജീവിത കഥകളാണ്. ആ കഥകൾ ഞാൻ എല്ലാം എഴുതി, എനിക്ക് എഴുതാൻ പറ്റാവുന്ന, ഞാൻ ഉദ്ദേശിച്ചൊരു കാര്യം എഴുതാൻ പറ്റാവുന്ന കുറച്ചും കൂടി ദിവസങ്ങൾ അല്ലെങ്കിൽ കുറച്ചും കൂടി എഴുതി ഒരു ഏജിൽ അത് നിർത്തി. ഇത്രാമത്തെ വയസ്സിൽ ഞാൻ ഈ എഴുത്ത് അങ്ങനെ അത് സമാപിപ്പിക്കണം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എൻ്റെ ഇത്രാമത്തെ വയസ്സിൽ ഞാൻ എൻ്റെ ഈ ജീവചരിത്രം ഇവിടെ നിർത്തുന്നു. ഇനി അടുത്ത ജീവചരിത്രം ഇനി അങ്ങോട്ട് പിന്നീട് എന്ന് അതിൻ്റെ അവസാന ഭാഗം ചേർക്കാനൊക്കെ ഞാൻ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു ഗൂഢാലോചന ആണെങ്കിൽ ഇപ്പിക്കെതിരെ ഇങ്ങനെ ഗൂഢാലോചന നടന്ന ആരാണ്, എന്താണ് അതിൻ്റെ ഉദ്ദേശം? അതാണ് എനിക്കും അറിയാത്തത്. എല്ലാ തെരഞ്ഞെടുപ്പ് സമയത്തും ഇങ്ങനെ അതെ, ഇത് വ്യക്തിഹത്യ, അതുവഴി പാർട്ടിയെ തകർക്കുക, തെരഞ്ഞെടുപ്പ് അലങ്കോലപ്പെടുത്തുക, ഇങ്ങനെ വ്യത്യസ്തങ്ങളായ ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ടാണ് ഇത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അല്ല, പാർട്ടിക്കുള്ളിലാണെന്നുള്ളത് നമുക്ക് കണ്ടെത്തിയാലല്ലേ പറയാൻ പറ്റൂ. പറയാതെ ഏതെങ്കിലും കാര്യങ്ങളെ അംഗീകരിക്കുന്നത് ശരിയാണോ? എനിക്ക് വസ്തുതാപരമായി എല്ലാ കാര്യങ്ങളും ശരിയാണെന്ന് തോന്നിയാലേ ഞാൻ കാര്യങ്ങൾ പറയും. തീർച്ചയായും അതാണ് പോലീസോട് ഇപ്പം പറഞ്ഞിട്ടുള്ളത്. ഇത് നമുക്ക് അന്വേഷിച്ചാൽ കിട്ടുന്നതിനേക്കാളും പോലീസ് അന്വേഷണത്തിലൂടെ കാര്യങ്ങൾ കണ്ടെത്താൻ സാധിക്കും. എല്ലാ കാലത്തും നോക്കൂ, CPM-ല് ഓരോ വിവാദങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനൊരറ്റത്ത് EP ജയരാജന്റെ പേരാണ് അതിനകത്ത് കൂട്ടിച്ചേർക്കപ്പെടുന്നത്. അത് ഒരു മനഃപൂർവ്വം അങ്ങനെ സംഭവിക്കുന്നതാണോ? അത് എന്താണെന്നല്ല നിങ്ങളൊക്കെ ആലോചിച്ച് നോക്ക്. മാവുള്ള മാവിനല്ലേ കല്ലെറിയൂ? അല്ല, അങ്ങനെ മാങ്ങയുള്ള മാവിനല്ലേ കല്ലെറിയൂ? അപ്പോൾ ഇത് ലേശം മാങ്ങയുണ്ട് തോന്നിയിട്ടുണ്ടാവും, അതുകൊണ്ട് കല്ലെറിയും. ഈ മാവിന് ശകലം മാങ്ങ കൂടുതലുള്ളതുകൊണ്ടാണോ? ആയിരിക്കും, അതുകൊണ്ട് കല്ലെറിയുന്നത്. പാർട്ടി എല്ലാ കാര്യം പരിശോധിക്കുന്ന പാർട്ടിയാണ്. അത് ഞാൻ പറയേണ്ട കാര്യമൊന്നുമില്ല. എല്ലാ കാര്യങ്ങളും വസ്തുനിഷ്ഠമായി പരിശോധിച്ച് കാര്യങ്ങൾ നിശ്ചയിക്കുന്നതാണ് CPIM. ആ കാര്യങ്ങളെല്ലാം പാർട്ടി ചെയ്യേണ്ടതാണ്. അതാരെങ്കിലും പറഞ്ഞു ചെയ്യിപ്പിക്കേണ്ടതല്ല, പറഞ്ഞു ചെയ്യിപ്പിക്കാൻ കഴിയുന്നതുമല്ല. പാർട്ടി തീരുമാനിക്കേണ്ട കാര്യം. ഇതിൽ എത്ര കാലം കഴിഞ്ഞൊരു കഥകളാണ്, എത്ര കാലം മുമ്പ് ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ പ്രസിദ്ധീകരിച്ചില്ലേ? തെരഞ്ഞെടുപ്പ് ദിവസം ഞാൻ പറഞ്ഞു, അതിന് ഒന്നര കൊല്ലം മുമ്പല്ലേ നിങ്ങൾ എന്താ വാർത്ത കൊടുത്തത്? അന്ന് രാവിലെ പറഞ്ഞതാണല്ലേ, അന്ന് രാവിലെ കണ്ടമട്ടല്ലേ? അതെന്തിനാ ചെയ്തത്? മാധ്യമങ്ങൾ ഉണ്ടാക്കിയതല്ലേ? ഇങ്ങനെ ആരോപണങ്ങൾ ഉണ്ടാകുമ്പോൾ ജയരാജൻ തന്നെ ഒന്ന് ആലോചിച്ചിട്ടുണ്ടാവുമല്ലോ, അല്ലെങ്കിൽ അന്വേഷിച്ചിട്ടുണ്ടാവുമല്ലോ ആരാണ് ഇതിന്റെ പിന്നിലെന്ന്. അങ്ങനെ എനിക്കൊരു കാര്യം, ഞാൻ അതിനൊന്നും ഭയപ്പെടുന്നില്ല. എനിക്കതിനെ ഭയപ്പെടേണ്ട കാര്യമില്ല. കാരണം തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിലേ ഭയപ്പെടേണ്ടതുള്ളൂ. തെറ്റ് ചെയ്യാത്ത ഒരാൾ ഭയപ്പെടേണ്ട പ്രശ്നമില്ല. അതുകൊണ്ട് ഇങ്ങനെ എന്ത് വന്നാലും എനിക്കതൊരു പ്രശ്നമേ അല്ല. കാരണം ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലേ പ്രശ്നമുള്ളൂ. അതുകൊണ്ട് ഞാൻ ആ കാര്യങ്ങളാണ് എപ്പോഴും തെറ്റ് ചെയ്യാതിരിക്കാനാണ് എപ്പോഴും ഞാൻ ശ്രമിക്കാറ്. പാർട്ടിക്കകത്തുനിന്ന് തന്നെ അങ്ങനെ മൂവ്മെന്റ് ഉണ്ടാവുന്നുണ്ടോ? അല്ല, വേറെ ആർക്കുണ്ടോ? ഇപ്പോൾ വന്നിരിക്കുന്നത് മാനിക്കുലേറ്റ് ചെയ്തതാണ്. ഈ വന്നിരിക്കുന്നതെല്ലാം പൂർണ്ണമായും ഈ വന്നിട്ടുള്ളത്, അതായത് ഞാൻ കണ്ടിട്ടുള്ള ഈ വാർത്തകളുണ്ടല്ലോ, അതെല്ലാം യഥാർത്ഥത്തിൽ തയ്യാറാക്കി ഇന്നത്തെ ദിവസം പ്രസിദ്ധീകരിച്ചിട്ടുള്ളതാണ്. അത് എൻ്റെ ജീവചരിത്രവുമായി കൂട്ടിക്കുഴക്കാൻ ഏതോ ആസൂത്രിതമായ നീക്കം നടന്നിട്ടുണ്ട്. അങ്ങ് കൊടുത്തു എന്ന് പറയുന്ന അതാണ് അന്വേഷിക്കണമെന്ന് ഞാനിപ്പോൾ പറയുന്നത്. അങ്ങ് കൊടുത്തു എന്ന് പറയുന്ന 200 പേജ് ഈ പുതിയതായി വന്നെന്ന് പറയുന്ന പുസ്തകത്തിലുണ്ട്. ഞാൻ കൊടുക്കുമ്പോൾ 200 പേജൊന്നും ഇല്ല, ഞാനിങ്ങനെ എഴുതിയും കൊടുക്കുകയും. ഒരു പേജെങ്കിലും ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഒരു എഴുതി കൊടുത്തതിൽ ഒരു പേജെങ്കിലും ഇപ്പൊ ഈ വന്നതിലുണ്ടോ? അതിപ്പോ ഞാനിത് കണ്ടോ? ഞാൻ പുസ്തകം കണ്ടോ ഇതുവരെ? ഇത്ര നേരമായിട്ട് പരിശോധിച്ചില്ല. എങ്ങനെയാ പരിശോധിക്കുക? നിങ്ങൾ പരിശോധിച്ചോ? കിട്ടിയില്ല. അത് ഞാൻ എഴുതിയ പുസ്തകം തന്നെ ഞാൻ ഇതുവരെ കണ്ടില്ല. നമ്മൾ പരിശോധിച്ചിരുന്നു, നമ്മുടെ കയ്യിൽ. ഞാനിങ്ങനെ എഴുതിയേ കൊടുക്കുകയും അത് പിന്നെ ഇതൊക്കെ നിങ്ങളൊരു പുസ്തകം എഴുതുന്നവരല്ലേ നിങ്ങൾ പലരും? എങ്ങനെയാ ചെയ്യുക? എഴുതി പിന്നെ എത്രയോ വട്ടം വായിച്ച് നോക്കി പലതരത്തിലുള്ള മാറ്റങ്ങളും ഭാഷാശുദ്ധിയും ഒക്കെ വരുത്തിയിട്ടില്ലേ? അതിന് കുറച്ച് സമയമെടുത്ത് പ്രോസസ്സ് ചെയ്ത് വരുന്നതാണ്. അത് തന്നെയാണ് ഇവിടെയും നടക്കുന്നത്. ഇത് ഞാൻ ഒരാളെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. ഞാനിങ്ങനെ ഒരു പുസ്തക പ്രകാശനത്തിന് തീയതി നിശ്ചയിച്ചിട്ടുമില്ല. എൻ്റെ പുസ്തകം പ്രകാശനം ചെയ്യാനും പ്രസിദ്ധീകരിക്കാനും ഒന്നും DC ബുക്സിനെ ഞാൻ ചുമതലപ്പെടുത്തിയിട്ടില്ല. അങ്ങനെയുള്ളൊരു തെറ്റായ കൃത്യം നടന്നാൽ
നിങ്ങൾ അതിനെയല്ലേ വിമർശിക്കേണ്ടത്? അല്ല അത് ഇതിനകത്തുണ്ടായ ഒരു പരാമർശം എന്ന് പറയുന്നത്, അതായത് സംസ്ഥാനത്ത് 3 ഉപതെരഞ്ഞെടുപ്പുകൾ നടക്കുന്ന പശ്ചാത്തലത്തിലാണ് ഞാൻ ഈ തുറന്നെഴുത്തുള്ളത്. അത് ഒരുപക്ഷെ വിവാദമായേക്കാം. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിന് ഞാൻ എഴുതിയതല്ല അത്. അപ്പോൾ എഴുതുന്നവർക്ക് കുറച്ച് ബുദ്ധിയുണ്ടെന്ന് കണക്കായിക്കോ. ഈ മാനിക്കുലേറ്റ് ചെയ്യുന്നവർ ബുദ്ധിയില്ലാത്ത വിഡ്ഢികളാണ് ധരിക്കരുത്. അവർക്കൊരു ഉദ്ദേശമുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ വാക്കുകളും ഒക്കെ ചേർത്തുകൊണ്ടായിരിക്കും എന്നാണ് എൻ്റെ നിഗമനം. അല്ല, പാർട്ടിക്കുള്ള ഗൂഢാലോചന അത് ഞാൻ പറഞ്ഞില്ലല്ലോ. പാർട്ടിക്ക് ഞാൻ പറഞ്ഞില്ലല്ലോ. നിങ്ങൾക്ക് ഇങ്ങനെ ചില കാര്യങ്ങൾ കുസൃതി ചോദ്യങ്ങൾ ചോദിക്കണം. ഞാനിപ്പോൾ പറയണത് നിങ്ങൾ ചിന്തിക്കുക. ഞാൻ അധികാരപ്പെടുത്താത്ത ഒരു കാര്യം, ഞാൻ പ്രസാധകനായിട്ടുള്ള, ഞാൻ എഴുതിയിട്ടുള്ളൊരു പുസ്തകം പ്രകാശനം ചെയ്യുന്നത് പോലും ഞാൻ അറിയില്ല എന്ന് പറഞ്ഞാലോ? സ്വാഭാവികമായി ശരി. അതല്ലേ ഗുരുതരമായ തെറ്റ്. ആ ഗുരുതരമായ തെറ്റുണ്ടായതിനെ കുറിച്ചല്ലേ ആലോചിക്കേണ്ടത്. ആ ഗുരുതരമായ തെറ്റ് ചെയ്യാൻ ഒരു ഇലക്ഷൻ ദിവസം കണ്ടെത്തി, അതിനനുസരിച്ച് വാർത്തകൾ ഉണ്ടാക്കി, അതിനനുസരിച്ച് പുസ്തകത്തിൻ്റെ പേജുകൾ ഉണ്ടാക്കി അങ്ങ് പ്രഖ്യാപിക്കില്ലേ? അപ്പോൾ അത് സംബന്ധിച്ചിട്ടാണ് സമഗ്രമായ അന്വേഷണം വേണം എന്ന് ഞാൻ പറയുന്നത്. എന്തായാലും DC ബുക്സിനെയും സംശയത്തിന്റെ മുകളിൽ നിർത്തേണ്ടതുണ്ട് അല്ലേ? അല്ല, എനിക്കിപ്പോൾ അവരെ സംശയം മാത്രമല്ല, ഏറ്റവും വലിയ ക്രിമിനൽ കുറ്റമാണ് ചെയ്തത്. എന്നെ മാറ്റിയത് നിങ്ങളോട് ആരാ പറഞ്ഞത്? നിങ്ങൾ സൃഷ്ടിക്കുന്നതല്ലേ ഇതെല്ലാം, നിങ്ങൾ സൃഷ്ടിക്കുന്നതല്ലേ. ഞാനിപ്പോൾ കൺവീനർ അല്ലാന്നല്ലേ ശരി, എന്നെ മാറ്റിയതാന്ന് നിങ്ങളോട് ആര് പറഞ്ഞു? ഒഴിവാകലും മാറ്റലും ഒരുപോലെയാണോ? ഏത്? ഒരു വിവാദവും ഇല്ല. അങ്ങനെ ഒരു വിവാദങ്ങളും പാർട്ടിക്കകത്ത് ഉണ്ടായിട്ടില്ല. പ്രയാസം ഉണ്ടാകേണ്ട വിവാദം വേണ്ടേ കുട്ടി? ഒന്നാം പിണറായി സർക്കാരും രണ്ടാം പിണറായി സർക്കാർ ഒരു ഗവൺമെൻറ്റിൻ്റെ തുടർച്ചയാണ്. മെച്ചപ്പെട്ട ഭരണം കാഴ്ചവെക്കാണ്. ഞാനത് എല്ലാ സമയത്തും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇതെല്ലാം എഴുതി പിടിപ്പിക്കുന്ന ഒരു ദുരുദ്ദേശപരമാണ്. അങ്ങനെ എഴുതി പിടിപ്പിച്ചത് എൻ്റെ പേരിൽ എഴുതി പിടിപ്പിച്ച് തയ്യാറാക്കി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ആസൂത്രിതമായ ഗൂഢാലോചനയാണിത്. അതാണ് പരിശോധിച്ച് കണ്ടെത്തേണ്ടത്.